പറയുവാണ്, വചനം കേട്ട അബ്രാഹത്തോട് പറയുക, വചനം കേട്ട അബ്രാഹമേ, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. അപ്പോൾ മാനന്തവാടി രൂപതയുടെ സിയോൻ ധ്യാന കേന്ദ്രത്തിൽ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ദൈവം പറയുക, വചനം കേൾക്കുന്ന നിന്നെ ദൈവം അനുഗ്രഹിക്കും. വചനം കേൾക്കുന്ന നിങ്ങളുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും. വചനം കേൾക്കുന്ന സഹോദര നിന്നെ അനുഗ്രഹിക്കും. വചനം കേൾക്കുന്ന സഹോദരി നിന്നെ അനുഗ്രഹിക്കും. നിന്നെ ഞാൻ അനുഗ്രഹിക്കും. അടുത്തത്, നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും. നിന്റെ പേര്, വീട്ടുപേര്, നിന്റെ പേര് വലുതാക്കും, മഹത്തരമാക്കും. ഇനി അവസാനത്തെ ഒരു വാക്ക് ഞാൻ വായിക്കുവാണ്, നിന്നിലൂടെ. ആ വാക്കൊന്ന് വായിച്ചേ, നിന്നിലൂടെ. ഏത് നിന്നിലൂടെ? ദൈവത്തിന്റെ വാക്ക് കേട്ട നിന്നിലൂടെ, ദൈവത്തിന്റെ വചനം കേട്ട നിന്നിലൂടെ. 4 പേർ അനുഗ്രഹിക്കപ്പെടുന്നല്ല, 40 പേർ അനുഗ്രഹിക്കപ്പെടുന്നല്ല, പ്രാർത്ഥിച്ച നിന്നിലൂടെ, ദൈവവചനം കേട്ട നിന്നിലൂടെ ഭൂമുഖത്തുള്ള എല്ലാ ജനതകളും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ അളവ് എന്തേരോ നോക്കിക്കേ, 40 പേരോ 400 പേരോ അനുഗ്രഹിക്കപ്പെടുന്നല്ല. അബ്രാഹത്തോട് പറയുവാണ്, അബ്രാഹാമേ, നിന്നിലൂടെ, വചനം കേട്ട നിന്നിലൂടെ. എല്ലാത്തിനും തർക്കുത്തരം പറഞ്ഞ് ഓടുന്ന നിന്നിലൂടെ അല്ല, എല്ലാത്തിനും വിമർശിച്ച് കുറ്റം പറയുന്ന നിന്നിലൂടെ അല്ല, പ്രാർത്ഥിച്ച നിന്നിലൂടെ, ദൈവത്തിന്റെ വചനം കേട്ട നിന്നിലൂടെ 4 പേരല്ല അനുഗ്രഹിക്കപ്പെടുന്നത്, 40 പേരല്ല അനുഗ്രഹിക്കപ്പെടുന്നത്, 400 പേരല്ല അനുഗ്രഹിക്കപ്പെടുന്നത്. ഭൂമുഖത്തുള്ള സകല മനുഷ്യരും, വംശങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഈ അനുഗ്രഹം നൽകിയ ദൈവമാണ് ഇന്നെൻ്റെയും നിങ്ങളുടെയും ദൈവം. അബ്രാഹത്തിന്റെ ദൈവമാണ് എന്റെയും നിങ്ങളുടെയും ദൈവം. ഒരു കരം ഉയർത്തി ഉറക്കിയെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അവിടെ ഒരു വാക്കാണ് നിന്നിലൂടെ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആരൊക്കെയാ? ചിലർ മാതാവാണ്, ചിലർ പിതാവാണ്, ചിലർ സഹോദരനാണ്, സഹോദരിയാണ്, സിസ്റ്ററാണ്, ശുശ്രൂഷകനാണ്. നിന്നിലൂടെയാണ് ഒത്തിരി പേര് അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത്. അധികം പേരൊന്നും വേണ്ട, നിങ്ങളുടെ വീട്ടിലുള്ള ഓരോരുത്തരും നിങ്ങളെന്ന വ്യക്തിയിലൂടെ അനുഗ്രഹിക്കപ്പെടുന്ന വിശ്വസിച്ച്. ഞാനിത് വിശ്വസിക്കുവാണ്. ഞാനൊരു ഉദാഹരണം പറയാം, അല്ല ഉദാഹരണമല്ല, അനുഭവം പറയാം. പാവപ്പെട്ട വീട്ടിലെ പശുവൊക്കെ വളർത്തി ജീവിക്കുന്ന, അന്നു വേണ്ടി ആഹാരത്തിന് പശുവിനെയൊക്കെ വളർത്തി അതിൻ്റെ പാൽ സൊസൈറ്റി കൊണ്ട് കൊടുത്ത് സാധാരണ പോലെ ജീവിക്കുന്ന ഒരു പാവപ്പെട്ട കുടുംബത്തിലെ കൊച്ചിനൊരു ആഗ്രഹം ഉണ്ടായി. അപ്പച്ചാ, എനിക്ക് ജർമ്മനി പോകണമെന്ന് വലിയൊരു ആഗ്രഹമാണ്. നമ്മളെ കൊണ്ട് എങ്ങനെ പറ്റും? നീ നേഴ്സിംഗ് പഠിക്കുക, എന്നിട്ട് പോരെ. അല്ല, എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നുവാ, ഞാൻ എവിടെയെങ്കിലും പോയി പപ്പ ജർമ്മൻ പഠിക്കട്ടെ. അങ്ങനെ കേരളത്തിലുള്ള ഒരു സ്ഥലത്ത് പോയി ഈ മകൻ ജർമ്മൻ പഠിച്ചു. അപ്പോൾ അയൽവാസികളെ അറിയുന്ന ഒരാൾ ചോദിച്ചു, എൻ്റെ സുഹൃത്തെ, നീ ഏത് കാലത്താണ് ജീവിച്ചിരിക്കുന്നത്? അങ്ങനെ എളുപ്പത്തിൽ പോകാൻ പറ്റുവാണോ? നിന്റെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ രാജ്യത്ത്? ഇല്ല. പ്രിയപ്പെട്ടവരുണ്ടായിട്ട് പോലും നമുക്ക് പലർക്കും പോകാൻ പറ്റാത്ത രാജ്യമാണ്. നിങ്ങൾ പിന്നെ എന്നാ കണ്ടോണ്ടാ കൊച്ചിനെ ജർമ്മൻ ഭാഷ പഠിപ്പിക്കാൻ പറ്റത്? അവൻ്റെ ഒരു ആഗ്രഹമല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ എപ്പോഴും ചോദിക്കും, എടാ, ഇല്ലാത്ത പൈസയെല്ലാം മുടക്കി ഈ ഭാഷ പഠിച്ച് നിന്റെ സമയവും കാലവും ഒക്കെ കളയണ്ട. ഞാൻ എൻ്റെ ഒരു ശുശ്രൂഷയുടെ കാര്യം പറയുമല്ല. ആ അമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, 5:30 ആകുമ്പം അവൻ്റെ മുറിയിൽ നിന്ന് ഈ വചനം മൊബൈലിൽ കേൾക്കുന്ന ഒച്ച ഞങ്ങൾ വീടിൻ്റെ അകത്ത് കേൾക്കും. സന്തോഷം തോന്നും. അവൻ്റെ മുറിക്കകത്ത് 5:30 ആകുമ്പം വചനം കേൾക്കുന്ന, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന കേൾക്കും. ജർമ്മനി പോയില്ലേന് വേണ്ടി അവൻ പ്രാർത്ഥിക്കുന്ന ഒരാളാണല്ലോ, ഒത്തിരി സന്തോഷമൊക്കെ ഉണ്ടെന്ന് ചിന്തിക്കും. നല്ലപോലെ പ്രാർത്ഥിക്കുന്ന ഒരു മകനാണ്. B2 പാസ്സായി, ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ജർമ്മനി ചെന്നു. അവിടെ ഒരു വീട്ടിലാണ് നിന്നത്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, മടുത്തു. അവർക്ക് ഇവനെ എന്തോ ഇഷ്ടപ്പെടാത്ത പോലൊക്കെ വന്നു. നമ്മുടെ നാട്ടിൽ ഇവിടെ ജീവിക്കുന്ന പോലെ നമുക്ക് ആ നാട്ടിൽ അവരുടെ വീട്ടിൽ അവരുടെ കൂടെയൊക്കെ ജീവിക്കാൻ നമ്മൾ ഒരുക്കണം. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർക്ക് ആദ്യം ഇവനെ ഇഷ്ടമില്ലായിരുന്നു. അപ്പോൾ വീട്ടിലേക്കെല്ലാം ഇങ്ങനെ വിളിച്ചു പറയുന്നു, ഇവിടെ നിന്ന് നിൽക്കാൻ പറ്റില്ല, വേറൊരു വീട്ടിലേക്ക് മാറണം, ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, ഇവർക്ക് എന്ത് ചെയ്താലും എന്നോട് ദേഷ്യമുണ്ട്. അപ്പോൾ ആ കുടുംബം ഇങ്ങനെ പറയും,
എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, പ്രാർത്ഥിക്കുക. ഒരത്ഭുതം എന്ന് പറയട്ടെ, ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായപ്പോൾ അവനൊരു ദിവസം, എനിക്ക് ആ സ്ഥലമൊന്നും അറിയാൻ പാടില്ല, ഞാൻ ആ സ്ഥലത്ത് പോയിട്ടുമില്ല. അവൻ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കുറച്ച് ദൂരം നടന്നപ്പോൾ അവിടെ ഒരു പള്ളി, അവിടെ ആളും അനക്കമൊന്നും ഇല്ലാത്തൊരു പള്ളിയാണ്, അടച്ചിട്ടിരിക്കുവാണ്. ഇവിടെ കുർബാനയൊക്കെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി അദ്ദേഹം അതിലേക്ക് അവൻ നടന്നു. അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, കുർബാന എല്ലാ ദിവസവും ഉണ്ട്. പിറ്റേ ദിവസം കുർബാനയ്ക്ക് ചെന്നപ്പോൾ ആ ഭാഷയിൽ കുർബാന നടക്കുക. കുറച്ചു പേരേ ഉള്ളൂ. ഒത്തിരി പ്രായമായ ഒരു അച്ഛൻ ആ പള്ളിയിലെ വികാരിയച്ഛനാണ്. മലയാളിയോ ഒന്നുമല്ല, നാട്ടുകാരനായ ആരോ ഒരാളാണ്. ഒരു ബന്ധവും ഒരു പരിചയമില്ല. അങ്ങനെ സ്ഥിരമായി പോയപ്പോൾ ഇവൻ ആ അച്ഛനെ ഒന്ന് പരിചയപ്പെട്ടു. അറിയാവുന്ന ഭാഷയൊക്കെ വെച്ച് ഉള്ളതുപോലെ പരിചയപ്പെട്ടു. അത് പിന്നീട് നല്ലൊരു ബന്ധമായി. അച്ഛനിടയ്ക്ക് ഇവനെ വിളിക്കും, ഇവൻ അങ്ങോട്ട് പോകും. അങ്ങനെ ഒരു അപ്പൻ മകൻ ബന്ധം പോലെയായി ആ നാട്ടിൽ. പ്രതീക്ഷിക്കാത്ത ചില നന്മകൾ ഉണ്ടാകുന്നത്, ഞാനിത് പറയുന്നതെന്നറിയോ, വചനം കേൾക്കുന്ന നിന്നിലൂടെ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ദൈവാനുഗ്രഹം വരുമെന്ന് പറയാനാണ്. അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ ആ അച്ഛനൊരു ദിവസം ഇച്ചിരി അസുഖം വന്നു, ചെറിയൊരു രോഗം വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം ഇവൻ നോക്കി കണ്ടും പറ്റുന്ന പോലൊക്കെ ചെയ്തു കൊടുത്തു. എന്തോ ആ അച്ഛൻ ഇവനെ വലുതായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ വീട്ടുകാരെ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ അവൻ അതിൻ്റെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയും, വീഡിയോ കോളൊക്കെ വിളിക്കും. ഇപ്പോൾ ആ കുടുംബം വലിയൊരു അനുഗ്രഹത്തിലാണ്. അവർ വേണ്ടതൊക്കെയും, വീട്ടിൻ്റെ കുറവ് പരിഹരിക്കത്തക്ക വിധം സാമ്പത്തികമായിട്ട് പോലും ഇന്നൊരു വലിയൊരു ബന്ധം. ഇന്ന് ആ മകനിലൂടെയാണ് ആ വീട് അത്ഭുതകരമായി അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വചനം ഓർത്ത്, വചനം കേട്ട് അബ്രാഹത്തോട് പറയുക, നിന്നിലൂടെ. ആരിലൂടെയാ? ഈ കസേരയിൽ കൂടെ ഇരിക്കുന്ന ഓരോരുത്തരിലൂടെ നിങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെടുമെന്നാണ് ഞാൻ പറയുന്നത്. ഇത് പ്രഭാഷണമായിട്ടൊന്നും കേൾക്കണ്ട. എന്നിലൂടെ എൻ്റെ വീട്ടിൽ ആരൊക്കെയോ അനുഗ്രഹിക്കപ്പെടാനുണ്ട്. ഇവിടെ ഇരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയിലൂടെ ആയിരിക്കും ആ മക്കൾ നാളെ രക്ഷപ്പെടുന്നത്. പ്രാർത്ഥിക്കുന്ന ഒരു അപ്പച്ചനിലൂടെ ആയിരിക്കും ആ വീട് അനുഗ്രഹിക്കപ്പെടുന്നത്. ഈ വചനം ഇന്നും സത്യമാണ്. പ്രാർത്ഥിക്കുന്ന അല്ല, വചനം കേൾക്കുന്ന നിന്നിലൂടെ നിന്റെ വീട് അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ ഇങ്ങനെ വന്ന് ഈ സന്ധ്യാസമയത്ത്, ചെറിയ തണുപ്പൊക്കെയുള്ള സമയത്ത് ഇവിടെ വന്നിരിക്കുന്നത് ഒരിക്കലും നിനക്ക് നഷ്ടമാകത്തില്ല. വരണ്ടായിരുന്നു എന്ന് പറയത്തില്ല, പാഴായിപ്പോയി വെറുതെ സമയം പോയെന്ന് പറയത്തില്ല. എന്തോ ഒരു നന്മയ്ക്കാണ് ദൈവം ഇതെല്ലാം ഒരുക്കിയിട്ടുള്ളത്. എന്തോ ഒരു നന്മയ്ക്കാണ് പറഞ്ഞ്, എന്തോ ഒരു അനുഗ്രഹത്തിനാണ്. ഈ വചനം കേൾക്കുന്ന എന്നിലൂടെ എൻ്റെ ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടണം. വചനം കേൾക്കുന്ന എന്നിലൂടെ എൻ്റെ വീട് അനുഗ്രഹിക്കപ്പെടണം. വചനം കേൾക്കുന്ന എന്നിലൂടെ എൻ്റെ 3 മക്കൾ, 4 മക്കൾ, 2 മക്കൾ അനുഗ്രഹിക്കപ്പെടണം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നത്, ധ്യാനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കസേരയിൽ കൂടെ വന്ന് വെറുതെ അവിടെ ഇരിക്കുന്നതല്ല. ജീവിതത്തെ മനോഹരമാക്കുന്ന സമയമാണിത്. ജീവിതത്തെ അനുഗ്രഹമാക്കുന്ന സമയം. ദൈവം അനുഗ്രഹത്തിന്റെ വാതിലിനെ തുറക്കുന്ന സമയമാണ്. ഹല്ലേലൂയ. ദൈവവചനം എന്നെ ഇവിടെ എത്തിച്ചത് എന്നാണെന്നറിയാവോ? എന്നെ ഇവിടെ എത്തിച്ചത് ഈ പുസ്തകമാണ്. എന്നെ ഞാനാക്കിയത് ദൈവത്തിന്റെ വചനമാണ്. ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേർ എന്നേക്കാൾ വിദ്യാഭ്യാസമുള്ളവരാണ്. എന്നേക്കാൾ കഴിവും പ്രാപ്തിയും തൻ്റെ ഇടവും ധൈര്യവും സ്വാധീനമുള്ള വലിയ വലിയ ആൾക്കാരെ തിരിപ്പുണ്ട്. എന്നേക്കാൾ കഴിവുള്ളവരും അറിവുള്ളവരും വൈദികരും ഇവിടെ ഉണ്ട്. പക്ഷെ എന്നെ ഇവിടെ നിർത്തിയത് ഈ പുസ്തകമാണ്. അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ഒരാൾക്ക് ഇത്ര നല്ലൊരു സ്ഥലത്ത് കയറി നിൽക്കാൻ ഒരു തരത്തിലും സാധ്യമല്ല. നിങ്ങൾ എന്നെ വിളിക്കത്തുമില്ല, എന്നെ നിങ്ങൾ അറിയുകയില്ല. നീണ്ട 10-22 വർഷത്തെ കണ്ണുനീരിൻ്റെ സങ്കടത്തിൻ്റെയും ഉത്തരമാണ് ഈ ശുശ്രൂഷ പോലും. കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നൊരു ദൈവം ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പാടിയത്, കരയല്ല്
വന്ന പോലെ അല്ല മടങ്ങിപ്പോകുന്നത്, ഒരനുഗ്രഹത്തോടെ ആയിരിക്കും. ഒരനുഗ്രഹത്തോടെ ആയിരിക്കും. വിശ്വസിച്ചോ? വചനം കേട്ട പ്രിയപ്പെട്ട നിങ്ങളിലൂടെ നാളുകളിൽ നിങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. വിശ്വസിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. കഥയല്ലത്, സത്യമാണ്. സത്യമാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കരങ്ങളെ ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വെക്കാം. ഇന്ന് ആദ്യ ദിവസമായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നത് കേട്ടോ. എല്ലാത്തിനും ഒരു ഒരുക്കം വേണ്ടേ? പ്രാർത്ഥിച്ച് നമ്മൾ ഒരുമിച്ച് തുടങ്ങുവാണ്. നിങ്ങളൊക്കെ വലിയ ആൾക്കാർ, ഞങ്ങളൊക്കെ ചെറിയ ആൾക്കാർ എന്ന് പറഞ്ഞുകൊണ്ടല്ല, നമ്മൾ ഒരുമിച്ച് ഒരു വീട്ടിലെ അംഗങ്ങളാണ്. നമ്മളെല്ലാം ഒരു വീട്ടിലെ അംഗങ്ങളാണ്. ഒറ്റ വിശ്വാസത്തിനാണ് ഇവിടെ ഇരിക്കുന്നത്. പലതരം നൂറുകൂട്ടം പ്രശ്നങ്ങളുണ്ട് നമുക്ക് നാല് വശത്തു നിന്നും ഞെരുക്കുന്നത്. രണ്ട് കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിന്റെ നെഞ്ചിലെ സ്നേഹത്തിന്റെ ആ ഒരു സ്നേഹം അനുഭവിക്കുന്ന സമയമാണ് ഈ വർഷം. ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുന്ന ഒരു ദിവസവും കാലവും ഉണ്ടാകട്ടെ. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നേ, നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നേ. പ്രാർത്ഥിക്കുന്ന വചനം കേൾക്കുന്ന നിന്നിലൂടെ നിങ്ങളുടെ ഭവനം, തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. വചനം കേൾക്കുന്ന നിങ്ങളിലൂടെ ആരാധനയുള്ള, പ്രാർത്ഥനയുള്ള ഒരു തലമുറ എഴുന്നേറ്റ് വരും. നമുക്ക് ചില കടമകളുണ്ട്, ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ചുമ്മാ ഇരുന്ന് എന്തൊക്കെയോ പാടി പ്രാർത്ഥിച്ചൊരു പ്രോഗ്രാമിൽ പങ്കെടുത്തതുപോലെ 9 മണിക്ക് പോവുകയല്ല. ചില അനുഗ്രഹങ്ങളുമായി മടങ്ങി പോകാൻ ദൈവം ഇടവരട്ടെ. വചനം അബ്രഹാത്തോട് പറഞ്ഞു, നിന്നിലൂടെ. ഏത് നിന്നിലൂടെ? അബ്രഹാം നിന്നിലൂടെ. ഏത് അബ്രഹാം? വചനം കേട്ട അബ്രഹാമേ, നിന്നിലൂടെ 4 പേർ അനുഗ്രഹിക്കപ്പെടുമെന്നല്ല, 40 പേർ അനുഗ്രഹിക്കപ്പെടുമെന്നല്ല, 400 പേർ അനുഗ്രഹിക്കപ്പെടുമെന്നല്ല, ഈ ഭൂമുഖം എല്ലാം അനുഗ്രഹിക്കപ്പെടുമെന്ന്. അങ്ങനെയെങ്കിൽ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളിലൂടെ ഈ ദേശം അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. നമ്മുടെ കുടുംബം എല്ലാം അനുഗ്രഹിക്കപ്പെടുകയാണ്. ഒരു നിമിഷം എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ച്, അങ്ങയുടെ അനുഗ്രഹം ഇന്ന് വചനത്തിലൂടെ എന്റെ ജീവിതത്തിൽ വരണമേ, എന്റെ ജീവിതത്തിലേക്ക് വരണമേ, എന്റെ കുടുംബത്തിലേക്ക് വരണമേ. നിന്റെ നെഞ്ചിലെ സ്നേഹത്തിന്റെ ആ ഒരു വലിയ അനുഗ്രഹം, എന്റെ നെഞ്ചിലെ സ്നേഹത്താൽ പതിയുമ്പോൾ നിന്റെ ദുഃഖങ്ങൾ മായുകില്ലേ. എന്റെ നെഞ്ചിലെ സ്നേഹത്താൽ പതിയുമ്പോൾ നിന്റെ നീ എന്റെ മകനല്ലേ. Heal me, O Lord. Touch me, O Lord. Heal me, O Lord. Touch me, Lord. എന്നിലൂടെ നീ എന്റെ മകനല്ലേ. പ്രാർത്ഥിക്കുന്ന നിങ്ങളിലൂടെ, പ്രാർത്ഥിക്കുന്ന എന്നിലൂടെ ഞാൻ നിന്നെ കാണില്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും വളരെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. നന്ദിയും സ്നേഹവും ബഹുമാനവും നിങ്ങളെ അറിയിക്കുന്നു. വളരെ അനുഗ്രഹമുള്ളൊരു വചനം ഇപ്പോൾ നമുക്കൊന്ന് കേൾക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 32 മുതലുള്ള വാക്യമാണ്. ഒന്ന് വായിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. 9 മണിക്കാണ് ധ്യാനം തീരാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. 9 മണിക്ക് 2 മിനിറ്റ് ഉള്ളപ്പോൾ തന്നെ എല്ലാ ദിവസവും ശുശ്രൂഷകൾ അവസാനിച്ചിരിക്കും എന്ന് നിങ്ങളെ വളരെ നേരത്തെ അറിയിച്ചു കൊള്ളുന്നു. സന്തോഷമായി. എപ്പോൾ മൈക്ക് നിർത്തും, ഈ പുള്ളി എപ്പോൾ നിർത്തുന്ന ഒരു ടെൻഷനും വേണ്ട. 9 മണിക്ക് മിനിമം 1 മിനിറ്റെങ്കിലും ഉള്ളപ്പോൾ ഈ 4 ദിവസവും ശുശ്രൂഷകൾ അവസാനിച്ചിരിക്കും. വാക്യം വായിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 32 മുതലുള്ള വാക്യമാണ് വായിക്കുന്നത്. അതിന്റെ ഹെഡിങ് ആദ്യം ഒന്ന് വായിച്ച്. രണ്ടാമതും അപ്പം വർദ്ധിപ്പിക്കുന്നു. രണ്ടാമതും അപ്പം വർദ്ധിപ്പിക്കുന്നു. ആ വാക്കെന്ന് പറഞ്ഞു, വർദ്ധിപ്പിക്കുന്നു. വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കുറയുവാണോ കൂടുവാണോ? കൂടുന്നു. അപ്പൊ വർദ്ധിപ്പിക്കുന്നത് ആരാ? ദൈവത്തിന്റെ അനുഗ്രഹമാണ്. എന്ത് കാര്യത്തിന്റെ മേലൊരു ഉയർച്ച വരണമെങ്കിൽ അത് ദൈവാനുഗ്രഹമാണ്. അപ്പമായാലും ജീവിതമായാലും
ശുശ്രൂഷയിലാണെങ്കിലും, കുടുംബമായാലും, വിദ്യാഭ്യാസമായാലും, ബിസിനസ് ആയാലും, എന്തായാലും വർദ്ധിപ്പിക്കുന്നത് ദൈവമാണ്. ആ വാക്യങ്ങൾ വായിക്കുകയാണ്. 32-ാമത്തെ വാക്യം. യേശു ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. ഒന്നും കൂടെ വായിക്കുവാണ്, ഞാൻ വായിക്കാം. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ ജനക്കൂട്ടത്തോട്. നിങ്ങളുടെ ബൈബിളിൽ വീട്ടിൽ പോയി നോക്കണം, അതിനകത്ത് ഈ എന്നുണ്ടോന്ന്. ഈ എന്ന് പറയണമെങ്കിൽ എന്തോ പ്രത്യേകതയുണ്ട്. ഈ ജനക്കൂട്ടത്തോട്. എൻ്റെ ബൈബിളിൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾ വീട്ടിലുള്ളപ്പോഴെപ്പോഴും ബൈബിളിൽ ഈ എന്നൊരു വാക്ക് അതിനകത്തുണ്ടോ? ഈ ജനക്കൂട്ടത്തോട്. എന്താവോ ഈ? ആ ഈ എന്നാന്ന് പറയുന്നത് അടുത്ത വാക്യം വായിക്കുകയാണ്. 3 ദിവസമായി ഇവർ എൻ്റെ കൂടെയാണ്. അവരെ നോക്കിയിട്ടാ പറഞ്ഞത്, ഈ ജനക്കൂട്ടത്തോട്. ഹല്ലേലൂയ. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ദൈവത്തിന്റെ വാക്കുകൾ കേൾക്കുന്നവരോട് ദൈവത്തിനൊരു പ്രത്യേക പരിഗണനയുണ്ട്. ആ കുടുംബത്തോട് ദൈവത്തിനൊരു പ്രത്യേക കൺസേൺ ഉണ്ട്. റോട്ടിൽ കൂടെ നടക്കുന്ന കുറെ പേരെ നോക്കിയിട്ട് ഈ ആൾക്കാരോട് എനിക്ക് ദയ തോന്നുന്നു എന്നല്ല പറഞ്ഞ്, ഈ ജനക്കൂട്ടത്തോട്. ഏതാ ഈ ജനക്കൂട്ടം? യേശുവിന്റെ കൂടെ 3 ദിവസം അവർ എന്നോട് കൂടെയാണ്. ഇത് 4 ദിവസം ദൈവത്തോടു കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ കിട്ടിയ ഒരു അവസരമാണ്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും ദൈവത്തിന് ഒരു പ്രത്യേക അനുഗ്രഹം കിട്ടുമെന്ന് വിശ്വസിച്ചെന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ജനത്തോട്. അങ്ങനെയാണെങ്കിൽ ഈ സിയോ ധ്യാന കേന്ദ്രത്തിന്റെ ഈ അന്തരീക്ഷത്തിൽ ഇരുന്ന് പ്രാർത്ഥന കേൾക്കുന്ന നിങ്ങളോട് ദൈവം പറയുന്നുണ്ട്, യേശു പറയുന്നുണ്ട്, ഈ ജനക്കൂട്ടത്തോട്, ഈ സന്ധ്യാസമയത്ത് ഇവിടെ ഇരിക്കുന്ന ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ ഒരു പ്രത്യേക അനുഗ്രഹം വരും ഈ ജനക്കൂട്ടത്തോട്. ഇനി അടുത്ത ഭാഗം വായിക്കുകയാണ്. 3 ദിവസമായി അവർ എന്നോട് കൂടെയാണ്. എത്ര ദിവസമായിട്ട്? 3 ദിവസമായിട്ട്. 3 ദിവസം ഇവർ വേറെ ഒരു പരിപാടിക്കും പോയില്ല. 3 ദിവസവും അവർ യേശുവിന്റെ കൂടെ ഇരുന്നു. അത് നഷ്ടമായോ എന്ന് നമുക്ക് നോക്കാം. അടുത്ത ഭാഗം വായിക്കുമ്പോൾ ഓർക്കണം, യേശു പറയുകയാണ്, അവർക്ക് ഭക്ഷിക്കാൻ യാതൊന്നുമില്ല. ഫുഡ്, ഭക്ഷണമില്ല. എന്നാ എന്ന് ചോദിച്ചു. ഇവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ല. വചനം കേട്ടവന്റെ ഭൗതിക ആവശ്യത്തെ യേശു ഏറ്റെടുക്കുകയാണ്. ഇവിടെ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും ദൈവം ഏറ്റെടുക്കുന്ന ദിവസമാണിത്. കമ്മിറ്റിക്കാരെ എഴുന്നേറ്റെന്ന് പറഞ്ഞോ, കർത്താവെ 3 ദിവസമായി ഫുഡിന്റെ കാര്യം എങ്ങനെയാ? കാറ്ററിംഗുകാരെ വല്ലതും ഏൽപ്പിച്ചിട്ടുണ്ടോ? ഫുഡ് അറേഞ്ച്മെന്റ് എന്ന് യേശു അവിടെ നിന്ന് ഫുഡിന്റെ ഉത്തരവാദിത്തമുള്ള ആരെങ്കിലും എഴുന്നേറ്റെന്ന് പറഞ്ഞു, ഒരു സംശയമുണ്ട്, 3 ദിവസമായി ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട്, കർത്താവെ ഫുഡിന്റെ കാര്യമൊക്കെ എങ്ങനെയാ? ഫുഡ് അറേഞ്ച് ചെയ്ത് എങ്ങനെയാ? ആരും എഴുന്നേറ്റെന്ന് ചോദിച്ചില്ല. പറയാതെ തന്നെ അവരുടെ ഒരു ആവശ്യത്തെ യേശു അത്ഭുതമാക്കുകയാണ്. നിങ്ങളൊന്നും നിങ്ങളുടെ ആവശ്യങ്ങൾ പോലും പറഞ്ഞില്ലെങ്കിലും വചനം കേൾക്കുന്ന നിങ്ങളുടെ ആവശ്യത്തെ ദൈവം ഒരു അത്ഭുതമാക്കി മാറ്റും. ദൈവത്തിന്റെ ഒരു അത്ഭുത ഇടപെടലിന് അത് കാരണമാകും. വിശ്വസിച്ചെന്ന് പറഞ്ഞ് ഹല്ലേലൂയ. അടുത്ത ഭാഗം വായിക്കുവാണ്. വഴിയിൽ അവർ തളർന്നു വീഴാനിടയുള്ളതിനാൽ ആഹാരം നൽകാതെ അവരെ പറഞ്ഞയക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ഈ വചനം കേൾക്കുന്നവരെ ചുമ്മാതെ അങ്ങോട്ട് വന്നാ പൊക്കോ, വീട്ടിലോട്ട് പോയാൽ പൊക്കോ, കിട്ടുന്ന വണ്ടി കയറി വീട്ടിൽ പൊക്കോ എന്ന് പറയാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ഈ ജനക്കൂട്ടത്തോട് ദൈവം കരുണ കാണിക്കാൻ പോവുകയാണ്. ഇനിയുള്ള ഭാഗമാണ് വളരെ വളരെ ഗൗരവമായി പ്രാർത്ഥിക്കുന്നത്. ശ്രദ്ധിക്കണം, ഇനിയുള്ളതെല്ലാം ഇച്ചിരി കണ്ടും കേട്ടും ഒക്കെ നമ്മൾ പോകണം. 33-ാമത്തെ വാക്യം ചോദിക്കുവാണ്. ശിഷ്യന്മാർ വന്ന് യേശുവിനോട് പറയുവാണ്, ഗുരു, ഇത്ര വലിയ ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടത്ത അപ്പം എവിടെ നിന്ന് കിട്ടും? നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ഇത്ര വലിയ പ്രശ്നത്തെ നമ്മൾ എങ്ങനെ പരിഹരിക്കും? ഓ, എൻ്റെ മകൻ്റെയും കുടുംബജീവിതം വലിയ പ്രശ്നത്തിലാ, ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും? ഇത്രയും വലിയ സാമ്പത്തിക പ്രശ്നം എങ്ങനെ പരിഹരിക്കും? ഇത്രയും വലിയ കുടുംബ പ്രശ്നം എങ്ങനെ പരിഹരിക്കും? ഇത്രയും വലിയ
ജോലിയില്ലാത്ത അവസ്ഥ, കുടുംബജീവിതത്തിന്റെ സാഹചര്യങ്ങൾ എങ്ങനെ പരിഹരിക്കും? ശ്രദ്ധിച്ചു കേട്ടെ, ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത വിഷയത്തെ ദൈവം പരിഹരിച്ചിരിക്കും. വിശ്വസിക്കുന്നോ? വിശ്വസിക്കുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പോവുകയാണ്. ശിഷ്യന്മാർ ചോദിച്ചു, ഇത്ര വലിയ ജനക്കൂട്ടം ഇവിടെ ഉണ്ട്, അവർക്ക് വേണ്ടത്ര അപ്പം കിട്ടാൻ ഹോട്ടൽ ഇവിടെ ഇല്ലല്ലോ, മെസ്സ് ഇവിടെ ഇല്ലല്ലോ, ചായക്കടകൾ, തട്ടുകടകളൊന്നും ഇവിടെ ഇല്ലല്ലോ. ഇവിടെയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം, ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും ഇഷ്ടം പോലെ ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, നോ പ്രോബ്ലം. പക്ഷേ ഈ സ്ഥലം വേറെയാണ്. ഇതൊരു പട്ടണത്തിൽ നടന്ന സമയമല്ല. ഈ സംഭവം നടന്നത് മരുഭൂമിയിലാണ്. സാഹചര്യങ്ങൾ മുഴുവൻ എതിരാണ്. അതുകൊണ്ട് ശിഷ്യന്മാർ ചോദിച്ചത്, ഇത്രയും വലിയ പ്രശ്നം നമ്മൾ എങ്ങനെ പരിഹരിക്കും എന്ന് ചോദിച്ചു. 34-ാമത്തെ വാക്യം വായിക്കുവാണ്. യേശു അവരോട് ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ ബാഗ് ഒന്ന് തുറന്നു നോക്കിക്കേ, എത്ര അപ്പം ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അവര് നോക്കിയിട്ട് പറഞ്ഞു, 7 അപ്പം ഉണ്ടെന്ന് പറഞ്ഞു. എത്ര അപ്പം? 7 അപ്പം. എത്ര അപ്പം? 7. 7 അപ്പത്തിന് എത്ര ദിവസം പഴക്കമുണ്ട്? 7 ദിവസത്തെ. ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ട് അപ്പുറത്തെ ഹോട്ടലിൽ കൊണ്ടുവന്നതാണോ? എത്ര ദിവസം പഴം മിനിമം? ഈ അപ്പത്തിന് എത്ര ദിവസത്തെ പഴക്കമുണ്ട്? 3 ദിവസത്തെ പഴക്കമുള്ള അപ്പം നിങ്ങൾ ഭക്ഷിക്കുമോ? അതിൽ പൂപ്പലേറി വയറുകേടാവും. ഇനി 3 ദിവസം പഴക്കമുള്ള അപ്പം കൊടുത്താൽ ഫുഡ് ഇൻസ്പെക്ടറോട് വരും, കേസാകും, വലിയ വിഷയമാകും, കേസാകും. 3 ദിവസം പഴക്കമുള്ള ഫുഡ് നിങ്ങൾ കൊടുക്കാൻ പാടുണ്ടോ? 3 ദിവസം പഴക്കമുണ്ട്. കാരണം എന്നാ? ഇത് 3 ദിവസം പഴക്കമുണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു? 3 ദിവസമായി ഇവർ യേശുവിന്റെ കൂടെയാണ്. 3 ദിവസമുള്ള പഴക്കമുള്ള അപ്പം ഏകദേശം ആ കോലം എങ്ങനെ ഉണ്ടാവും? ഡിസ്ക് പോലെ കാണും. ഇനി മരത്തടി പോലെ ഉണ്ടാവും. പഴയ അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചിലപ്പോൾ അതിങ്ങനെ ഒടിക്കുമ്പോൾ അതിനകത്ത് മുഴുവൻ നൂല് പോലെ. അത് കൊള്ളൂല. പശുവിന്റെ കാടി കിട്ടാലോ, പശുവിന് വയറ്റി സുഖം വരും. എന്നാ ആടിന് ആടിന് കൊടുക്കണ്ട, അതാ പറമ്പിലോട്ട് വലിച്ചത്. 3 ദിവസമുള്ള പഴക്കമുള്ള അപ്പം, അത് പശുവിന്റെ കാടിയിടാനേ കൊള്ളുള്ളൂ. ഇനി ഒരു വാക്ക് കേട്ടെ, വേസ്റ്റ് ആകേണ്ട അപ്പത്തെ യേശു ടേസ്റ്റ് ആക്കിയത് കണ്ടോണം. ഈ പുസ്തകത്തിനകത്ത് അതുണ്ട്. വേസ്റ്റായി പറമ്പിലോട്ട് വലിച്ചു കറയേണ്ട അപ്പം ഭയങ്കര ടേസ്റ്റായി. വായിച്ച് പഠിപ്പിച്ചതല്ല. അല്ല, 3 ദിവസം പഴക്കമുള്ള അപ്പം എങ്ങനെയാണ് അവർ ടേസ്റ്റ് ആയത്? ഇത് നമ്മുടെ എല്ലാം ജീവിതത്തിലുണ്ട്. ശ്രദ്ധിച്ചോ? 3 ദിവസം പഴക്കമുള്ള അപ്പം അതിന്ന് റബ്ബർ പോലെ ആയിട്ടുണ്ടാവും. ചിലപ്പോൾ അതിൻ്റെ കളറൊക്കെ അങ്ങ് മാറിപ്പോയി കാണും. അതിൽ ചിലപ്പോൾ പൂപ്പലൊക്കെ വരും. ഇന്നത്തെ പോലെ ഫ്രിഡ്ജും ഒന്നും ഇല്ലല്ലോ അന്നത്തെ കാലത്ത്. 3 ദിവസമുള്ള പഴക്കം ഉണ്ട്. ഇനി അതിനകത്ത് അത്ഭുതം എന്നാന്ന് ശ്രദ്ധിച്ചേ, ശിഷ്യന്മാർ ആ 3 ദിവസം പഴക്കമുള്ള അപ്പം ആ ബാഗിൽ നിന്നെടുത്ത് എവിടെ കൊണ്ടുവന്നു എന്ന് താഴെ വായിച്ചെഴുതിയിട്ടുണ്ട്. 35-ാമത്തെ വാക്യം, 36-ാമത്തെ വാക്യം. അവൻ 7 അപ്പവും മത്സ്യവും എടുത്ത്. അവിടെ നിർത്തിക്കേ. അവിടെ നിങ്ങളും വീട്ടിൽ പോയി നോക്കണം, എടുത്തു എന്ന് എഴുതിയിട്ടുണ്ട്. ഞാനാണ് എടുക്കുകയല്ല, ഞാനാണ് തോടി കൂട്ടിയെ പിടിക്കും. ഇങ്ങനെ പിടിക്കുള്ളൂ. ഇത് കൊള്ളത്തില്ലെന്നേ. 3 ദിവസം പഴകിയ അപ്പോ എൻ്റെ കൈയെല്ലാം മോശമാകും. ഞാനിങ്ങനെ തുണി കൂട്ടിൻ്റെ ഡയറക്റ്റൊന്നും ഞാൻ തൊടത്തില്ല. അയ്യേ, 3 ദിവസം പഴക്കമുണ്ടെന്നേ. ഭയങ്കര എന്തോ സ്മെല്ലുണ്ട്. ഇത് കണ്ടേ കാട്ടിക്കളാം. 3 ദിവസം പഴക്കമുള്ള അപ്പത്തെ യേശു കയ്യിലെടുത്തു. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. ഞാനാണ് ആ പഴയ അപ്പം, നമ്മളാണ് ആ പഴയ അപ്പം. നിങ്ങളല്ല, ഞാനാണ്. ചിലപ്പോൾ നിങ്ങൾ ആരൊക്കെയോ ആണ്. നമ്മൾ പറയും അതിനെ എടുക്കാൻ കൊള്ളൂല, അത് മോശമാണ്, ആർക്കും വേണ്ട, അതിനെ കൊണ്ടേ കാട്ടിക്കളാം. പക്ഷെ ആർക്കും വേണ്ടെന്ന് പറഞ്ഞതിനെയും യേശു കൈകളിലെടുത്തു. തുണി കൂട്ടിയെടുത്തു എന്നാണോ? ഒരു ഹോട്ടലിലെ പോലെ ഒരു പ്രസ് ചെയ്യുന്ന ഒരു സംഭവം, ഒരു ഉപകരണം ഉപയോഗിച്ച് യേശു അപ്പം എടുത്തു എന്നല്ല, യേശു കൈകളിലെടുത്തു. അങ്ങനെയെങ്കിൽ പഴകിയ എൻ്റെ ജീവിതത്തെ യേശു കയ്യിലെടുക്കും. നിങ്ങളുടെ കുടുംബത്തെ ദൈവം കയ്യിലെടുക്കും. നിങ്ങളുടെ മക്കളെ ദൈവം കയ്യിലെടുക്കും.
ദൈവം കയ്യിലെടുക്കുന്നത് ഒരു അനുഗ്രഹമാണ്. ആമേൻ. ഈ 4 ദിവസം ദൈവവചനം കേൾക്കുന്നറിയോ, എന്നെയും എൻ്റെ പ്രാർത്ഥനകളെയും എൻ്റെ ആവശ്യങ്ങളെയും ദൈവം കൈകളിലെടുക്കുന്ന, ദൈവത്തിന്റെ അത്ഭുതം നടക്കുന്ന സമയമാണ്. വിശ്വസിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ പറയില്ലേ, നിന്നെയൊന്നും ദൈവം എടുക്കത്തില്ല, നിന്നെയൊക്കെ ദൈവം ശിക്ഷിക്കത്തേ ഉള്ളൂ. ആരാ പറഞ്ഞത്? കൊള്ളാത്ത പഴയ അപ്പത്തെ കാട്ടിക്കളയാനല്ല യേശു പറഞ്ഞത്, അത് എടുത്തോണ്ട് വരാനാ പറഞ്ഞത്. ഞാൻ എപ്പോഴും ചിന്തിക്കും, ഈ 7 അപ്പം ഞാനാണ്, എൻ്റെ വീടാണ്, എൻ്റെ സാഹചര്യമാണ്. പശുവിന്റെ കാടിൽ പോലും ഇടാൻ കൊള്ളത്തില്ലാത്ത അപ്പത്തെയാണ് ഇപ്പോൾ യേശു കൈകളിൽ എടുത്തത്. ഇവിടെ ഇരിക്കുന്ന ആരും ചിന്തിക്കരുത്, നിങ്ങൾ എത്ര പാപിയാണേലും, നിങ്ങൾ എത്ര പുറകിൽ പോയ ഒരാളാണേലും, നിങ്ങൾ എത്ര അശുദ്ധിയുള്ളവരാണെങ്കിലും, നിങ്ങൾ എത്ര കുറവുള്ളവരാണെങ്കിലും, യേശു ആരാന്നറിയാമോ? നിങ്ങളെ കൈകളിൽ എടുക്കുന്ന ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു ദൈവത്തെ അല്ല, ഇന്നും ജീവിക്കുന്ന ദൈവത്തെ. എത്ര പഴകിയാലും അപ്പത്തെ മാത്രമല്ല, എൻ്റെ നിങ്ങളുടെ ജീവിതത്തെ ദൈവം കയ്യിലെടുക്കും. അയ്യോ, എനിക്കാരാ ഉള്ളത്, എൻ്റെ ജീവിതം ഇങ്ങനെ ആയി പോയല്ലോ. ആരും ദുഃഖിക്കണ്ട, നിങ്ങളുടെ ജീവിതത്തെ യേശു കയ്യിലെടുത്തിരിക്കും. ഹല്ലേലൂയ. ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ചേ. ഈ 7 അപ്പം നേരത്തെ എവിടെയായിരുന്നു? ആരുടെയോ ബാഗിനകത്തിരുന്നതാണ്. ആരെങ്കിലും അറിഞ്ഞോ? ആരും അറിഞ്ഞില്ല. പക്ഷെ ആ അപ്പം എടുത്തോണ്ട് വന്ന് യേശുവിന്റെ കയ്യിലെത്തിയപ്പം ആരെങ്കിലും അറിഞ്ഞോ? അവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ആ അപ്പത്തെ കണ്ടു. ഇന്നൊരു പക്ഷെ നിങ്ങൾ ആരാരും അറിയപ്പെടാതെ എവിടെയോ ഒതുങ്ങിക്കൂടുന്ന ഒരാളായിരിക്കും. ദൈവം നിങ്ങളെ കൈകളിൽ എടുക്കുമ്പോൾ നിങ്ങളുടെ പള്ളിക്കാരൊക്കെ കാണും, നിങ്ങളുടെ നാട്ടുകാർ കാണും, നിങ്ങളുടെ പഞ്ചായത്തിലെ ആളുകൾ കാണും. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങുന്നത് പലരും കാണാൻ തുടങ്ങും. ഇങ്ങനെ അവരവരുടെ കണ്ണുകൾ കൊണ്ട് കാണും. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നത് ഈ ദേശത്തുള്ള പലരും കാണും. നിങ്ങളുടെ പള്ളിയിലെ കമ്മിറ്റിക്കാരൻ ട്രസ്റ്റിയോട് പറയും, ആ വീട് അനുഗ്രഹിക്കപ്പെടുന്നത്. നിങ്ങളുടെ പള്ളിയിലെ പാട്ടുകാർ പറയും, നിങ്ങളുടെ പള്ളിയിലെ ഗ്രൂപ്പുകാർ പറയും, ആ വീട്ടുകാർ, ആ മക്കൾ അനുഗ്രഹിക്കും. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നത് രഹസ്യമായിരിക്കില്ല, അത് പരസ്യമായി ഒരുപാട് പേര് അത് അറിയും. ഇതൊക്കെ ഒത്തിരി പേര് ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് ഒരുപാട് പേര് അറിയാനിട വരും. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു ദിവസം ഒരു സഹോദരി വന്നിട്ട് പറഞ്ഞു, അച്ഛൻ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളെ ഓർമ്മയില്ലല്ലോ, എനിക്ക് മനസ്സിലാകുന്നില്ല. അച്ഛൻ, എൻ്റെ വീട് അങ്ങൊരു സ്ഥലത്താണ്. എൻ്റെ വീടെന്ന് വന്നപ്പോൾ ഇടിഞ്ഞു പൊളിയാറായതൊരു വീടായിരുന്നു. അന്ന് അച്ഛനൊക്കെ എൻ്റെ വീട്ടിൽ വരുമ്പോൾ പാലൊഴിച്ചൊരു ചായ തരാൻ എനിക്ക് വീട്ടിലില്ലായിരുന്നു. അന്ന് എൻ്റെ വീട്ടിൽ വരാൻ നേരത്ത് ഡയറക്റ്റ് കയറാൻ പറ്റത്തില്ലായിരുന്നു. അല്പം കുനിഞ്ഞു മാത്രമേ എൻ്റെ വീട്ടിലേക്ക് കയറാൻ പറ്റുള്ളായിരുന്നുള്ളൂ. അന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പഞ്ചസാരയിട്ട് ഒരു പാലൊഴിച്ച ചായ നിങ്ങൾക്ക് തരണമെന്ന്. എനിക്ക് അന്ന് അതിനുള്ള സാമ്പത്തികവും ഇല്ലായിരുന്നു. എനിക്ക് 4 പെൺമക്കളായതുകൊണ്ട് എൻ്റെ കുടുംബക്കാരൊക്കെ പറയും, എന്നാ ചെയ്യും, നിനക്ക് 4 പെൺപിള്ളേരല്ലേ, എന്നാ ചെയ്യും? എല്ലാവരുടെയും ചോദ്യം ഇതായിരുന്നു, നിനക്ക് 4 പെൺപിള്ളേരല്ലേ, ഓ ആൺകൊച്ചുങ്ങളില്ലല്ലോ. ഞങ്ങൾ അതുകൊണ്ട് ആഘോഷങ്ങൾക്കൊന്നും പോകാറില്ലായിരുന്നു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്നത് പലരും അറിയുമെന്ന് പറയാനാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇവരിങ്ങനെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ 4 പെൺമക്കൾ പഠിക്കാൻ മിടുക്കരാണ്. മൂത്തയാള് പഠിച്ചു, നേഴ്സിംഗ് കഴിഞ്ഞ്. അപ്പോൾ ഈ അമ്മയുടെ കാര്യം പറയാം, പട്ടിണിയാണെങ്കിലും ആടിനെ വിറ്റിട്ട് വരെ ആ പൈസ കൊണ്ട് ധ്യാനത്തിന് പോയിട്ടുണ്ട്. വീട്ടിൽ അടുത്ത ആഴ്ചത്തേക്ക് അരിയില്ലാതിരിക്കുമ്പോഴും പ്രാർത്ഥിക്കാൻ പള്ളിയിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു വിശ്വാസമാണ്, പ്രാർത്ഥിക്കുന്ന ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ അനുഗ്രഹിക്കപ്പെടുമെന്ന്. കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരു വഴിയിലൂടെ വാഹനം ഓടിച്ചു പോകുമ്പോൾ കൂടെ ഇരുന്നവരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് ആരായി, നല്ല വീടാണല്ലോ ഇവിടെ പണിത്, ഇത് ആരുടെയാണാവോ, ഇത് ബമ്പം വീടാണല്ലോ, ഇത് ആര് പണിയുന്നതാണാവോ, ഇത് നല്ല ഒരു സ്ഥലമാണല്ലോ, വീടിന് പറ്റിയ ഒരു സ്ഥലമാണല്ലോ, ഇത് ബമ്പം വീടാണല്ലോ, ആരുടെ വീടാണെന്നും അറിയത്തില്ല. ഒരു വീട് റോഡറമ്പിൽ. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരി വന്ന് എൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറയുക, അച്ഛൻ എന്നെ ഓർമ്മയുണ്ടോ, പണ്ട് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കും, നിങ്ങൾ ഓർമ്മ കിട്ടുന്നില്ല, പക്ഷേ എനിക്ക് മനസ്സിലാകുന്നു. അപ്പോൾ അവർ പറയും, ഞങ്ങളുടെ വീടാണ് ഇന്ന സ്ഥലത്ത് പണിത് കയറി കൂടിയത്, ഞങ്ങളുടെ വീടാണ്. അപ്പോൾ എനിക്ക് പല കാര്യങ്ങളും ആ സഹോദരി പറയുക. 4 മക്കളും ഇന്ന് UK-ലാണ് നേഴ്സ്. 4 പിള്ളേര്, 4 മക്കളും ഒരു രാജ്യത്താണ്, ബ്രിട്ടനിലാണ്. 4 പിള്ളേര്.
അവരെല്ലാം ജീവിതം അനുഭവം. അപ്പൊ 4 പിള്ളേരും തീരുമാനിച്ചു, നമുക്കെല്ലാവർക്കും കൂടി പപ്പയ്ക്കും മമ്മിക്കും ഒരു വീട് പണിത് കൊടുക്കണം. കന്നാലിക്കൂട് പോലൊരു വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 4 മക്കളും കൂടി 4